ചാലക്കുടി ബാങ്ക് കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടാൻ പോലീസ് പരിശോധിച്ചത് 500-ലേറെ CCTV ദൃശ്യങ്ങൾ. കവർച്ചാ സമയത്ത് ധരിച്ചിരുന്ന ജാക്കറ്റ് പ്രതി വീട്ടിലെത്തി കത്തിച്ചു. ബാങ്ക് കൊള്ളക്കാരനെ തേടി നാടുമുഴുവൻ പോലീസ് തിരച്ചിൽ നടത്തുമ്പോൾ പ്രതി റിജോ ആന്റണി ഒരു കൂസലുമില്ലാതെ നടക്കുകയായിരുന്നു. ആർക്കും സംശയത്തിനിട നൽകാതെയായിരുന്നു പ്രതിയുടെ പെരുമാറ്റവും. ഞായറാഴ്ച പ്രതിയുടെ വീട്ടിൽ നടത്തിയ കുടുംബസമ്മേളനത്തിലും ബാങ്ക് കൊള്ള വിഷയമായപ്പോൾ കള്ളൻ ഏതെങ്കിലും കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടാകും എന്നായിരുന്നു റിജോയുടെ പ്രതികരണം. വൻ ആസൂത്രണം നടത്തിയാണ് പ്രതി കവർച്ച നടത്തിയത്. കവർച്ചാ സമയത്ത് പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. കവർച്ച ചെയ്യുമ്പോൾ ധരിച്ചിരുന്ന ജാക്കറ്റ് വീട്ടിലെത്തി കത്തിച്ചു കളഞ്ഞു. അതേസമയം ബാങ്ക് കവർച്ചയ്ക്ക് വേണ്ടി റിജോ നടത്തിയ ആസൂത്രണത്തെക്കാളും മികവോടെയാണ് പ്രതിയെ പിടികൂടാൻ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വലവിരിച്ചത്. സംഭവമറിഞ്ഞെത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബാങ്ക് കവർച്ചാ കേസുകൾ അന്വേഷിച്ച പോലീസ് സംഘത്തെ ഉൾപ്പെടുത്തി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു. ബാങ്ക് ജീവനക്കാരുടെ മൊഴിയും ഇടപാടുകാരുടെ വിവരങ്ങളും ശേഖരിച്ചു. ബാങ്കിലേത് ഉൾപ്പെടെ 500ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചു. ബാങ്കിലെ CCTV ക്യാമറയിൽ നിന്ന് തന്നെ പ്രതിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശനിയാഴ്ച രാത്രിയോടെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. ഞായറാഴ്ച രാവിലെ പ്രതിയെക്കുറിച്ച് വ്യക്തമായ ധാരണയായി. അപ്പോൾ മുതൽ തന്നെ പ്രതിയുടെ വീട് നിരീക്ഷണത്തിലാക്കിയ പോലീസ് സംഘം വൈകിട്ടോടെ വീട് വളഞ്ഞ് റിജോയെ പിടികൂടുകയായിരുന്നു. പോലീസ് പിടികൂടി 3 മിനിറ്റിനുള്ളിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചു. ബാങ്ക് കവർച്ചാ കേസിലെ പ്രതിയെ പിടികൂടിയതോടെ അത് പോലീസിന് മറ്റൊരു പൊൻതൂവൽ കൂടിയായി. പോലീസിന്റെ അന്വേഷണ മികവിനു മുന്നിൽ കള്ളൻ മുട്ടുമടക്കി എന്നാണ് പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. TC വിനോസ്, തൃശൂർ.